ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, നമുക്ക് കുറച്ച് നെണ്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും പിന്നെ ഒരു ഫാമിലി ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ബീച്ചിൽ പോയിന് മിനിയാന്ന്. ബീച്ചിൽ പോയപ്പം അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡും മുമ്പ് ഫ്രണ്ട്സുകളെല്ലാവരും കൂടെ കൂട്ടി പിടിച്ചതാണ്. ഒരു കുന്തം കൊണ്ട് കുത്തിങ്ങാണ്ട് അങ്ങനെ പിടിച്ചെടുത്ത നെണ്ട. ഒരുപാട് നെണ്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ ഒരു ഫ്രണ്ട്സൊക്കെ എല്ലാവർക്കും കൊടുത്തു. കുറച്ച് ഞങ്ങൾ കൊണ്ടുവന്നു. അതിന് ഒരു ലേശം എടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം നെണ്ട് കുരുമുളക് ഇട്ടിട്ടുള്ള റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. അപ്പോൾ നെണ്ട് ആദ്യം നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തതിന് ശേഷം അതവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു വലിയ ഉള്ളിയാണ് എടുക്കുന്നത്. വലിയ ഉള്ളി എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വലിയ ഉള്ളി എടുത്തത്. ചെറിയ ഉള്ളിയാണ് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 10-20 എടുത്താൽ മതി. എന്നിട്ട് വലിയ ഉള്ളി ഒന്ന്, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു 4-5 പച്ചമുളക്, പിന്നെ ഒരു 1/4 ഇഞ്ച് കഷ്ണത്തിലുള്ള ചെറിയ ഇഞ്ചി, പിന്നെ ഒരു 5-8 വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ ചെറിയ ഇതിലാക്കി അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതും ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് ഞാനിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് എടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. തക്കാളി നല്ല വഴണ്ട് വരണം. വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി വേവാനായിട്ട് ഞാൻ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടേനി കേട്ടോ. പക്ഷെ അത് ഇതിൽ കുടുങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ആ ക്ലിപ്പ്. അപ്പോൾ അങ്ങനെ മൂടി വെച്ച് വേവിക്കുക. നമുക്കിതിൽ ആവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളകും പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ നിറച്ചും കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. കുരുമുളകാണ് ഇതിൽ ഹൈലൈറ്റ്. കുരുമുളക് ചേർക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആവശ്യത്തിന് ചേർക്കുക. ഞാൻ ചേർത്തിട്ടില്ല, എനിക്കിത് പാകമായിരുന്നു. നന്നാക്കി നമുക്ക് വഴറ്റിയിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച നെണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെങ്ങാണ്ട് മസാല എല്ലായിടത്തും ആവുന്ന വിധത്തിൽ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ലോങ് വീഡിയോ എടുക്കേണ്ടത് എൻ്റെ മോന് ഷോർട്ട് വീഡിയോൻ്റെ രീതിയിൽ ക്യാമറ പിടിച്ചിട്ട് എടുത്തതുകൊണ്ടിട്ട് മോനാണ് എടുത്തത്. അപ്പോൾ അതിൻ്റേതായൊരു മിസ്റ്റേക്ക് വീഡിയോ ഒക്കെ ഉണ്ട്. മോന് ഞാനായിട്ട് ശ്രദ്ധിച്ചതുമില്ല ഓൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓന് ഷോർട്ട് വീഡിയോ എടുക്കേണ്ട രീതിയിലാണ് ക്യാമറ പിടിച്ചത്. അപ്പോൾ അതാണ് ഇങ്ങനൊരു പ്രശ്നം വന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് സഹകരിക്കുക. അപ്പം ഞാൻ ഇത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയൊക്കെ നല്ലോണം എല്ലായിടത്തും ആയതിൻ്റെ ശേഷം നമുക്കിത് മൂടി വെച്ചിങ്ങാണ്ട് വേവിച്ചെടുക്കാം. എല്ലാവരും എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ എന്ത് അഭിപ്രായമായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം നമുക്കിത് വെള്ളം വറ്റി വരട്ടെ. അപ്പോഴാണ് അത് റെഡി ആവുക. എൻ്റെ കയ്യിൽ കറിവേപ്പിൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പിൻ്റെ ഇല ചേർത്തിട്ടില്ല. കറിവേപ്പിലുള്ളവരെ ചേർക്കുക. അപ്പോൾ ഇത് റെഡി ആയിക്കണേ. നമുക്ക് ഇനിയൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഫ്രഷ് നെണ്ടും അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാമ്പൊക്കെ നല്ല അടിപൊളി ടേസ്റ്റേനി. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കുരുമുളക് പൊടി വേണമെങ്കിൽ ലേശം കൂടെ ചേർക്കുക. പക്ഷെ ഞാൻ എരിവ് അധികം ആവണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ലേശം കൂടെ മല്ലിയില അരിഞ്ഞിട്ടുണ്ട്. മല്ലിയില ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കറിവേപ്പിൻ്റെ ഇല എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ കാണാത്തവരൊക്കെ കാണുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. എല്ലാവർക്കും ശരി. എന്നാൽ ശരി. അസ്സലാമു അലൈക്കും.